ഏറ്റവും സ്നേഹമുള്ളവരെ, ഡിസംബർ 29 വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ്. കേരളത്തിലുള്ള പല ഭവനങ്ങളിലും ചെല്ലുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ രൂപം കാണുവാൻ കഴിയും. നമ്മുടെ ഭവനങ്ങളെയെല്ലാം തിരുക്കുടുംബത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ യൗസേ പിതാവും മാതാവും ഉണ്ണീശോയുമുള്ള ഒരു ചിത്രം, ഒരു കുടുംബത്തിന്റെ ചിത്രമാണത്. യൗസേ പിതാവ് മാതാവ് ആ കുടുംബത്തിലായിരിക്കുകയാണ്. യൗസേ പിതാവിനെ കുറിച്ച് നമുക്കറിയാം. മറിയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ രഹസ്യമായിട്ട് മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് യൗസേ പിതാവ് തീരുമാനിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലാണ് യൗസേ പിതാവിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് വിവരിക്കുന്നത്. രഹസ്യമായി ഉപേക്ഷിക്കുക, അതാണ് യൗസേ പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു സന്ദേശം ഉണ്ടാവുകയാണ്. യൗസേ പിതാവിനോട് സന്ദേശം പറയുകയാണ്, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആത്മാവിന്റെ വെളിപ്പെടുത്തൽ ലഭിക്കുകയാണ് യൗസേ പിതാവിന്. ആത്മാവിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് യൗസേ പിതാവ് പിന്നീട് ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മറിയത്തിന്റെ മനോഹരമായ ഒരു ചിത്രം, ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. മറിയം യൗസേ പിതാവുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തു. മാലാഖ വരുന്നു. മാലാഖ പ്രത്യേകമായിട്ട് പറയുക, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞാണ് വരുന്നത്. നീ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, ഉണ്ണിയേശുവിന്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മറിയം പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നെ നിഴലിക്കും. യൗസേ പിതാവും മാതാവും ഇവിടെ ദർശനമാണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ ലഭിക്കുന്നത് ഉണ്ണീശോയ്ക്കുടെ ജനനത്തിനുള്ള സന്തോഷകരമായ ദിനമാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്. ആ ഉണ്ണീശോ ആയിട്ട് ജനിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഡിസംബർ 25 ഡിസംബർ 29 നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് തിരുക്കുടുംബത്തിന്റെയാണ്. ഈ ഭവനത്തിലെ തിരുക്കുടുംബത്തിന്റെ പിതാവായ ദൈവം, പുത്രനായ മിശിഹായുടെ തിരുഹൃദയത്തിന്റെ രൂപവും നമ്മുടെ പ്രിയപ്പെട്ട യൗസേ പിതാവും വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിലും യൗസേ പിതാവ് നമ്മളെ സഹായിക്കാൻ വരും. യൗസേ പിതാവെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ യൗസേ പിതാവ് തീർച്ചയായിട്ടും സഹായിക്കും. അതാണ് യൗസേ പിതാവിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ യൗസേ പിതാവിനോട് പറയും. ഇവിടെ മാതാവിന്റെ മനോഹരമായ ഒരു കൊന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജീന എന്ന് പറയുന്ന മകള് വെട്ടുകല്ലുംപുറത്ത് നിന്ന് കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന ഒരു കുടുംബത്തില് ഇവൾ ഉണ്ടാക്കിയതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ പോലെയുള്ള പേപ്പറുകൾ കൊണ്ട് ഈ ജപമാല ഉണ്ടാക്കി മനോഹരമായി. ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ആ മകൾക്ക് സമ്മാനമായി കിട്ടിയത് മാതാവിന്റെ മനോഹരമായ ഒരു രൂപമാണ്. പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിയുള്ള മകളാണത്. അമ്മയോടുള്ള ആ ഭക്തി ഇന്നും എന്നും അവൾ കാത്തു സൂക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയും യൗസേ പിതാവും ഈശോയുടെ തിരുഹൃദയവുമുണ്ട്. ഡിസംബർ 29 തിരുക്കുടുംബത്തിന് സമർപ്പിക്കുക. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തിന്, ഈശോയുടെ തിരുക്കുടുംബത്തിന്, യൗസേ പിതാവിനും മാതാവിനും ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ സംരക്ഷിച്ചതുപോലെ, വിശുദ്ധ യൗസേ പിതാവെ ഉണ്ണീശോയെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഈ ഭവനത്തില് ഉള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ, ജീനയുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഇവരെല്ലാവരെയും കാത്തുകൊള്ളണമേ. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിക്കട്ടെ. അതുപോലെ തന്നെ ഒരു പുതുവത്സരം നമ്മുടെ മുമ്പിലുണ്ട്. 2025 എല്ലാവർക്കും പുതുവത്സരത്തിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.